നമ്മുടെ വിശുദ്ധ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഈ ദൈവസഭ കർത്താവിൻ്റെ സാക്ഷ്യം ഈ ദേശത്ത് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ദൈവശക്തിയും കൃപയും പകർന്ന് അവരെ ഈ ദേശത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപയോഗയോഗ്യമായ ഒരു പാത്രമായി ഈ സഭയെ വാർത്തെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഉപയോഗിക്കാൻ സമയമാകുമ്പോൾ തയ്യാറായിരിക്കുന്നവരെയാണ് അവൻ ഉപയോഗിക്കുന്നത്. തയ്യാറാകാത്തവരെ ഉപയോഗിക്കത്തില്ല. ഇന്ന് അനേകർ ഉപയോഗശൂന്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം അവരെ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അവർ തയ്യാറാകുന്നില്ല. രാത്രി പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേകമായ നിലയിൽ എന്നോട് ഇവിടെ വന്നപ്പോൾ ഇടപെട്ടത് ഒരു കൊച്ചു കൂട്ടത്തെ ഇവിടുന്ന് ഉപയോഗിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഈ ദൈവസഭയ്ക്കകത്തുള്ള എല്ലാവരെയും അല്ല ആത്മാവ് കാണിക്കുന്നത്, എന്നാൽ ഒരു കൊച്ചു കൂട്ടത്തെ അതിശക്തമായിട്ട് ഈ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഈ അന്ത്യകാലത്ത് കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. അതിനുള്ള ഒരു വാർത്തെടുക്കൽ പ്രക്രിയ ചില നാളുകളായി ആരംഭിച്ചത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. അതിശക്തമായ നിലയിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതിശക്തമായ നിലയിൽ തയ്യാറാക്കപ്പെടണം. തയ്യാറാക്കപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും തയ്യാറാകാൻ ഒക്കത്തില്ല. ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് തയ്യാറാകാൻ ഒക്കത്തില്ല. ജഡമോഹികൾക്ക് തയ്യാറാകാൻ ഒക്കത്തില്ല. പാപത്തിൽ ജീവിക്കുന്നവർക്ക് തയ്യാറാകാൻ പറ്റത്തില്ല. കഷ്ടങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് തയ്യാറാകാൻ പറ്റത്തില്ല. അനേക കഷ്ടങ്ങൾ, അനേക പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചിലരെ തകർക്കാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ നിന്നെ ശക്തീകരിച്ച് ധൈര്യപ്പെടുത്തി താങ്ങി നിർത്തിയത് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതാ ഞാൻ താങ്ങിയ എൻ്റെ ദാസൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഒരു സാക്ഷ്യമായിട്ട് ചിലരെ എടുത്തു കാണിച്ച് അവരെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നു. നിന്നെ താങ്ങി നിർത്തിയത് ഞാനാ. നിന്നെ താങ്ങി നിർത്തിയതിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം, സ്തോത്രം. പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി കഷ്ടത്തിൻ്റെ വലിയ പാൻ ചുമടുകൾ നിന്റെ തോളിൽ ശത്രു എടുത്തു വച്ചിട്ട് നിന്നെ തുടച്ചു മാറ്റിക്കളയാൻ, തകർത്തു കളയാൻ ശത്രു പ്ലാനിട്ട സന്ദർഭങ്ങളിൽ ആ ഭാരമുള്ള ചുമടിന്റെ നടുവിലും നിന്നെ താങ്ങി ദൈവം നിർത്തിയിരിക്കുന്നത് വ്യക്തമായൊരു പദ്ധതിയോടുകൂടെയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോകം മുഴുവനും വിശ്വാസത്യാഗത്തിൻ്റെ ഓളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാര് മുതൽ ബാല്യക്കാര് വരെ വിശ്വാസം ത്യജിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇതിന് പുറത്തൊരു വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. പകർത്തൊരു വലിയ ദുരാത്മാവിൻ്റെ വ്യാപാരമുണ്ട്. ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ, സഭാ സമൂഹത്തിൽ, സഭാ നേതൃത്വങ്ങളിൽ വലിയ ദുരാത്മ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ പോരാടി നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന ഗിദെയോനെ പോലെ ഉള്ളവരെ ഹല്ലേലൂയ
കർത്താവ് വിളിച്ച് ഹല്ലേലൂയ ശക്തമായി മിദ്യാന്യ ശക്തിക്കെതിരെ പോരാടാൻ അഭിഷേകം ചെയ്ത് മുന്നോട്ടിറക്കുമെന്നും പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അവിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. സ്തോത്രം. യോഹന്നാന് ലേഖനം എഴുതുമ്പോൾ എഫേസൂസിലെ ദൈവമക്കളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ബാല്യക്കാരെങ്ങനാകണം? ശക്തരായി തീരണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി നീ ശക്തനായി തീരണം. ഈ ഉപവാസം കഴിയുമ്പോൾ നിന്റെ ശക്തി വർദ്ധിക്കണം. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ബലമില്ലാത്തവന് ഞാൻ ബലം വർദ്ധിപ്പിക്കും. ശക്തിഹീനതയെ ശക്തീകരിക്കുന്ന, ഹല്ലേലൂയ, നിന്നെ മാനസികമായി ബലപ്പെടുത്തുന്ന, നിന്നെ തളർത്തിക്കളയുന്ന അനുഭവങ്ങളിൽ നിന്ന്, നിരാശപ്പെടുത്തിക്കളയുന്ന അനുഭവങ്ങളിൽ നിന്ന്, നിന്റെ മനസ്സിനെ പലപ്പോഴും മടുപ്പിച്ചു കളയുന്ന ദുരാത്മ വ്യാപാരങ്ങൾ ഈ പ്രാർത്ഥനയോടെ തകരട്ടെ. നിന്റെ മടുപ്പിനെ ദൈവം മാറ്റും, നിന്നെ ശക്തീകരിക്കും. നിന്റെ വായിലൂടെ പ്രവചന ശബ്ദങ്ങൾ വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കരമുയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ചിലരെ ദൈവം ബലപ്പെടുത്താൻ പോവുകയാ, ശക്തിപ്പെടുത്താൻ പോവുകയാ. ഒത്തിരി നിരാശപ്പെട്ടു പോയി, ഒത്തിരി തളർന്നുപോയി, ഒത്തിരി അനുഭവങ്ങൾ വന്നു, ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു. ഹല്ലേലൂയ. കണ്ടമാനം നിന്നെ നാലുപാടും വാടകോരിയ അനുഭവങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നീ വരികയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നീ ശക്തനായിട്ട് തീരണം. ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് ശക്തനായിട്ട് തീരണം. ഹല്ലേലൂയ. ശക്തനായിട്ട് തീരണം. കാരണം ഇതിന് പുറത്തൊരു ദുരാത്മ വ്യാപാരമുണ്ട്. സ്വത്രം. ഈ ലോകം മുഴുവനും ഒരു വ്യാപാരമുണ്ട്. അതല്ലേ കർത്താവ് പറഞ്ഞത്? സ്വത്രം. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനല്ലോ. നിങ്ങളിലുള്ള ഒരുത്തനുണ്ട്, അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ ആത്മാവിൻ്റെ വ്യാപാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന വ്യാപാരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മനഃപൂർവ്വമായി ഹല്ലേലൂയ ദൈവസഭയെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവവും ശത്രുവും തമ്മിലുള്ള പോരാട്ടമാണ്. ചില വാഴ്ചകളോടും ചില അധികാരങ്ങളോടും പോരിട്ട് തളരണ്ട. അതിനെ ഉടയ്ക്കാൻ ദൈവത്തിന് കഴിയും. നീ മുമ്പിൽ നിന്നാ മതി. ചില ശക്തികൾ നിന്റെ മുമ്പിൽ ഉടഞ്ഞു വീഴും. ഇതൊരു പോരാട്ടമാണ് കേട്ടോ, ഇതൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടെ നടക്കുന്ന ആരാധനയും നിങ്ങളുടെ അന്യഭാഷയും ഇതൊന്നും നിങ്ങളുടെയല്ല. ഇത് ആത്മാവിൻ്റെ പോരാട്ടമാണ്. ആത്മാവ് വേറെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നില്ല. തളർന്നു പോകുന്നുണ്ട്, ക്ഷീണിച്ചു പോകുന്നുണ്ട്. ആ ഉപവാസം അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ അതിശക്തമായിട്ട് ആത്മാവിൻ്റെ ബലം നീ പ്രാപിച്ചോണം. നീ എഴുന്നേറ്റ് നിന്നോണം. അതിശക്തമായ ആത്മീയ ആരാധനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ചില പോരാട്ട ശക്തികൾ തകരുന്ന, ചില അന്ധകാര വ്യാപാരങ്ങൾ തകരുന്ന. ദൈവം പോരാടുകയാണ്. നിന്നെ കൊണ്ട് പോരാടാൻ ഒക്കത്തില്ല. കർത്താവ് പോരാടുകയാണ്. പരിശുദ്ധാത്മാവ് പോരാടുകയാണ്. നീ തയ്യാറാണെങ്കിൽ നിന്നെ ഉപയോഗിക്കും. നീ തയ്യാറാണെങ്കിൽ നിന്നെ ശക്തീകരിക്കും. നീ കൈ ഉയർത്താൻ തയ്യാറാണെങ്കിൽ, ഹായിക്ക് നേരെ കുന്തമോങ്ങുവാൻ യോശുവേ നീ തയ്യാറാണെങ്കിൽ, ചില ശക്തികൾ അടിയറവ് പറയും. ഹല്ലേലൂയ. ചില ഹല്ലേലൂയ വ്യാപാരങ്ങൾ അവസാനിക്കും. ചില ദുഷ്ടശക്തികൾക്ക് അന്തം വരും. ചില പോരുകൾക്ക് അന്തം വരും.
ദാരബശമ്പല്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ യുദ്ധം നിന്റേതല്ല, കർത്താവിൻ്റെ യുദ്ധമാ. കർത്താവിൻ്റെ യുദ്ധമാ. അതിനകത്ത് നിന്നെ വിളിച്ചേക്കുന്നേ ഉള്ളൂ. ഇത് നിന്റെ യുദ്ധങ്ങളൊന്നുമല്ല, ഇത് യേശുവിൻ്റെ യുദ്ധമാണ്. ആ യേശുവിൻ്റെ യുദ്ധത്തിലെ പടയാളിയായിട്ട് തയ്യാറാക്കപ്പെടാൻ ആഗ്രഹമുള്ളവര്, തയ്യാറായവരെ ദൈവം ഉപയോഗിക്കുക. അല്ലാത്തവർ നിരാശരായി പോകും, തളർന്നു പോകും, ഭാരപ്പെട്ടു പോകും. തയ്യാറാകാത്തവർക്ക് പറ്റത്തില്ല. കർത്താവ് ചിലരെയൊക്കെ പരിപാലിക്കും. സ്വത്രം. അത് കഴിയുമ്പോൾ പരിശീലിപ്പിക്കും. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ പണിയും. അപ്പം 3 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? കർത്താവ് ചിലരെ പരിപാലിക്കും. ഈ പരിപാലിച്ചു കഴിയുമ്പോൾ പരിശീലിപ്പിക്കും. ഈ പരിശീലനമാകുമ്പോൾ കുറേ ഉണ്ടോ അങ്ങ് പോകും. സ്വത്രോഹ പരിശീലനത്തിൽ ജയിക്കാൻ കഴിവില്ല, ശക്തതയില്ല, ഇടയ്ക്ക് വീണുപോയി. ആ വീണുപോയവരെ താങ്ങിക്കോണം, അവരെ എടുത്തോണ്ട് ഇതിനകത്തോട്ട് വരണം. നിരാശപ്പെട്ടു പോയ ചിലരുണ്ട്, ഭാരപ്പെട്ടു പോയ ചിലരുണ്ട്, തളർന്നു കിടക്കുന്ന ചിലരുണ്ട്. അവരെ എടുത്തോണ്ട് വരണം. സ്വത്രം. അവരെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. സ്വത്രം. വിശ്വസിക്കുന്നെങ്കിൽ സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം. തളർന്നുപോയൊരു കൂട്ടത്തെ കാണിക്കുന്നു. ആ തളർന്നുപോയവരെ തിരിച്ചു കൊണ്ടുവരണം. സ്വത്രം. തിരിച്ചു കൊണ്ടുവരണം. വിശ്വസിക്കുന്നുണ്ടോ? അവർ തിരിച്ചു വരാൻ പോകുകയാണ്. അവരെ തളർത്തിക്കളഞ്ഞതാ. ഹല്ലേലൂയ. സ്വത്രം. പല വിഷയങ്ങൾ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത, ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ചില പോരുകളുടെ ശക്തികൾ അവരെ തകർത്ത് കളഞ്ഞതാണ്, അവരെ നിരാശപ്പെടുത്തി കളഞ്ഞതാണ്, അവരെ ഹല്ലേലൂയ വിട്ടുകളഞ്ഞതാണ്. നീ അവരെ മടക്കി കൊണ്ടുവരും, അവർ തിരിച്ചു വരും. വിശ്വസിക്കുന്ന കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ദിവസങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചിലരുടെ മനസ്സിൽ പിന്മാറ്റമുണ്ട്, തളർന്നുപോയവരുണ്ട്, ക്ഷീണിച്ചു പോയവരുണ്ട്. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നീ ശക്തനായി തീരുകയാൽ. സ്വത്രം. ഒന്നാമത്തെ കാര്യം അവരെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശക്തരാകയാലും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ഒന്ന് വായിച്ചാട്ട്. ഒന്ന് യോഹന്നാൻ 2:14. സ്വത്രം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതി. 3 കാര്യമാണ്. ഒന്ന്, നിങ്ങൾ എന്തായിരിക്കാൽ ശക്തരാകിയാൽ. അപ്പം ബാല്യക്കാർ ശക്തരായില്ലെങ്കിൽ അവർ തളർന്നു പോകും. ബാല്യക്കാർ ശക്തരായേ പറ്റും. ഹല്ലേലൂയ. ബാല്യക്കാരെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നടക്കാൻ പഠിച്ചവർ, ഇൻഫാൻസ് അല്ല, ചിൽഡ്രൻ അല്ല, നടക്കാൻ പഠിച്ചവർ ശക്തരായി തീരണം. നടക്കാൻ പഠിച്ചവർ ശക്തരായിച്ചാൽ ഹല്ലേലൂയ ചെറുപ്പക്കാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം 3 നിലകളിൽ അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒന്ന്, അവരെ എന്താക്കി തീർക്കുന്നു? അവരെ ശക്തരാക്കി തീർക്കുന്നു. ആ ശക്തരാകുന്നവർക്കായി സ്തോത്രം. അത്രയൊന്ന് പറഞ്ഞു കൊടുക്കുക. കർത്താവേ, എന്നെ ഒന്ന് ശക്തീകരിക്കണം. ഞാനങ്ങ് തളർന്നു പോവുകയാണ്, ഞാനൊന്ന് ക്ഷീണിച്ചു പോവുകയാണ്, ബലമില്ലാത്തവനായി പോവുകയാണ്. എനിക്കൊരു ശക്തി വേണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കാലും. The word of God dwells in you. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കാലും. ഹല്ലേലൂയ. വചനം വസിക്കണം കേട്ടോ. വചനം ഇതൊന്നും വസിക്കരുത്. വചനമാണ് വസിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. മോട്ടിവേഷൻ അല്ല വസിക്കേണ്ടത്. അവർ പറഞ്ഞതും ഇവർ പറഞ്ഞതൊന്നും അല്ല വസിക്കേണ്ടത്. വചനം വസിക്കണം. വചനം പറയുന്നത് പോലെ ജീവിക്കണം. വചനം പറയുന്നത് പോലെ തന്നെ ആവണം. വചനമല്ലാതെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്വത്രം. എല്ലാ പ്രസംഗമല്ല. എല്ലാ യൂട്യൂബ് പ്രസംഗമൊന്നും പ്രസംഗമല്ല. സ്വത്രം. വചനം കേൾക്കണമെന്ന്. സ്വത്രം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വചനം കേൾക്കണമെന്ന്, അതിൻ്റെ ആഴം വെളിപ്പെടുത്താൻ ആത്മാവിനോട് പറയണമെന്ന്. ആത്മാവില്ലാത്തവന് വചനം മനസ്സിലാകത്തില്ലെന്ന്. സ്തോത്രം. ആത്മാവൊരു വലിയ ടീച്ചറാ. അറിയാത്തതൊക്കെ മനസ്സിലാക്കി തരും. സ്വത്രം. ഇതെവിടെ എഴുതിയേക്കുന്നു, എന്തോ എഴുതിയേക്കുന്നു, ഇങ്ങനെ ചോദ്യം ചോദിക്കാനല്ല, ആത്മാവിനോട് ചോദിക്കണം. ആത്മാവ് വെളിപ്പെടുത്തി തരും. ആത്മാവ് ശരിക്കും പഠിപ്പിച്ചു തരും. സ്വത്രം. എല്ലാ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ബൈബിളിലില്ല. സിദ്ധാന്തങ്ങളുണ്ട്,
പക്ഷെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നിറവുള്ളവനെ അത് മനസ്സിലാകത്തുള്ളൂ. ആത്മാവിനെ നല്ലപോലെ പഠിപ്പിക്കും. അത് പഠിച്ചവർക്കായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കുമെന്ന് നീ പഠിക്കുക, നീ മനസ്സിലാക്കുക, വചനം നീ വസിക്കുക. സ്തോത്രം. നീ ശക്തനാകയാലും. 2, നിന്റെ അകത്തെന്ത് വസിക്കിയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കിയാലും. അല്ലെങ്കിൽ ഇത് രണ്ടും വസിച്ചാൽ മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ദുഷ്ടനെ ജയിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. ഓവർകം ദ ഈവിൾ വൺ. ഹല്ലേലൂയ. ദുഷ്ടനെ ജയിക്കും. വിശ്വസിക്കുന്ന കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടുത്തെ ചെറുപ്പക്കാര്, ഇവിടുത്തെ കുഞ്ഞുങ്ങള് ശത്രുവിനെ ജയിക്കും. ശത്രുവിനെ ജയിക്കും. ശത്രു ഹല്ലേലൂയ വിശ്വാസത്തോടെ പറഞ്ഞാട്ട് ഞാൻ ശത്രുവിനെ ജയിക്കും. ശത്രു എൻ്റെ മേൽ പ്രബലമാകത്തില്ല. ദുഷ്ടനെ ജയിക്കും ഞാൻ. ഉരബലഹമനഹത്തുന. എൻ്റെ തലമുറയുടെ മേൽ ദുഷ്ടൻ പ്രബലമാകത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദുഷ്ടൻ പ്രബലമാകത്തില്ല. എൻ്റെ സഹോദരൻ്റെ മേൽ ദുഷ്ടൻ പ്രബലനാകത്തില്ല. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദുഷ്ടൻ പ്രബലമാകത്തില്ല. ദുഷ്ടനെ നീ ജയിക്കോ. നിന്റെ കുടുംബത്തെ തകർക്കാൻ, കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നിനക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ട വ്യാപാരം തകരും. നീ വിചാരിക്കുന്നിടത്തൊന്നും പിടിച്ചാൽ കിട്ടാത്തവണ്ണം ശത്രു പലതിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് രാത്രി നീ മനസ്സിലാക്കിക്കോ, കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചോട്ടെ. ചിലതൊക്കെ പിടിച്ചാൽ കിട്ടാത്ത പോലെ വലിച്ചോണ്ട് പോവുക, അതിനെയൊക്കെ മടക്കി കൊണ്ടുവരും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നും അങ്ങനെ പോകത്തില്ല. നീ മുട്ടാനിരിക്കുന്നുണ്ടല്ലോ, നീ ആരാധിക്കുന്നുണ്ടല്ലോ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദുഷ്ടനെ ജയിക്കണം കേട്ടോ. ഒരിടത്തും ദുഷ്ടം പ്രബലമാകരുത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ചിലപ്പം ദുഷ്ടനെ ജയിക്കണമെങ്കിൽ നിനക്കൊന്ന് താഴേണ്ടതായിട്ട് വരും. ദുഷ്ടനെ ജയിക്കണമെങ്കിൽ നിനക്കൊന്നുകൂടെ ക്ഷമിക്കേണ്ടതായിട്ട് വരും. ദുഷ്ടനെ ജയിക്കണമെങ്കിൽ ചിലപ്പം കാല് പിടിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. പൗലോസ് പറഞ്ഞു, നിങ്ങളെ ദൈവത്തോട് നരപ്പിക്കാൻ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുവാന്ന്. ഐ പ്ലീഡ് വിത്ത് യു. എന്നെ മലയാളീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഐ പ്ലീഡ് വിത്ത് യു എന്ന് പറഞ്ഞാൽ ഒരുത്തനെ നന്നാക്കാൻ വേണ്ടി പൗലോസ് അവൻ്റെ കാല് പിടിച്ചു. എൻ്റെ കുഞ്ഞ് നേരെയാകണേ എന്നും പറഞ്ഞ് കാലേ വീണു. അത്രയും വലിയൊരു അപ്പോസ്തലൻ വിശ്വാസികളുടെ കാല് പിടിക്കുക, എന്നിട്ട് പറയാ നീ നന്നാകണേ എന്ന്. സ്തോത്രം. അങ്ങനെയുള്ള അപ്പോസ്തലന്മാരൊന്നും ഇപ്പം ഇല്ല. സ്തോത്രം. അതൊക്കെ പണ്ടത്തെ അപ്പോസ്തലന്മാരായിരുന്നു. അവർക്ക് ഭാരം ഉണ്ടായിരുന്നു. അവർ ഹല്ലേലൂയ ആ വിശ്വാസിയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ അങ്ങനെ ആവല്ലേ, മോനെ നേരെയാകണേ. ഇവിടെ കാലെ പിടിക്കാൻ ചെല്ലുന്ന അപ്പോസ്തലന് ഐ പ്ലീഡ് വിത്ത് യു. ഞാൻ നിങ്ങളെ പ്ലീഡ് ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ കാലെ പിടിക്കുന്നു. അങ്ങനെ കാലെ പിടിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഒരുത്തനും നഷ്ടപ്പെടുന്നു പോകത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിൻ്റെ കാലെ പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞെ നീ നന്നാകണേ, എൻ്റെ കുഞ്ഞെ നീ മടങ്ങി വരണേ. ഞാൻ കാലെ പിടിച്ചു പറയുവാണ്, നീ ശരിയാകണേ, നീ കർത്താവിനെ അറിയണേ എന്ന് പറയുന്നവർക്കായി സ്തോത്രം. അതിനുവേണ്ടി ചിലരെ ദൈവം ഒരുക്കാൻ പോവുകയാണ്. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം. പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനം വന്നു കഴിയുമ്പോൾ നീ അങ്ങനെ അങ്ങ് ആകും. സ്തോത്രം. അവനെ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ലെന്നൊരു വാശി വേണം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ലെന്നൊരു വാശി വേണം. അങ്ങനെ വാശി ഉണ്ടെങ്കിൽ കാലെ പിടിക്കും. കാലെ പിടിച്ചിട്ട് പറയും നന്നാകണേ എന്ന് പറയും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആദ്യം അപ്പോസ്തലന്മാരെ പോലെ ശുശ്രൂഷകന്മാരായിത്തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കാലെ പിടിക്കുന്ന ശുശ്രൂഷകന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെയും നിങ്ങളെയൊക്കെ അങ്ങനെ ആക്കട്ടെ. സ്തോത്രം. അതിനുള്ള കൃപയൊന്നും നമുക്ക് ഇതുവരെയും പ്രാപിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ കാര്യം കൂടെ പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ അതിനുള്ള കൃപ നമുക്ക് കിട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ കാലെ പിടിക്കാൻ തയ്യാറാകണം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒറ്റ ഒരെണ്ണത്തിനെ ശത്രുവിൻ്റെ കൈ വിട്ടുകൊടുക്കരുത്. ഇന്ന് കരമൊന്ന് ഉയർത്തി പറഞ്ഞാട്ട് ഈ സഭയിൽ ഒറ്റ ഒരെണ്ണത്തിനെ ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ല. ഒരെണ്ണത്തിനെ ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കുടുംബത്തിലുള്ള ഒറ്റ ഒരെണ്ണത്തിനെ ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കത്തില്ല. ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. സ്തോത്രം. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? സ്തോത്രം. ഒന്നാമത്തേത് നിങ്ങൾ ശക്തരാകയാലും. 2 ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കയാലും. 3 നിങ്ങൾ ദുഷ്ടനെ ജയിക്കിയിരിക്കയാലും
ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താ എഴുതുന്നത്? 2 കാര്യം എഴുതുന്നു. അതിൻ്റെ താഴോട്ട് വായിച്ചാട്ടെ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും എന്ത് ചെയ്യരുത്? കാരണം നിങ്ങൾ പടയാളികളായതുകൊണ്ട്, യോദ്ധാക്കളായതുകൊണ്ട് ഈ 3 കാര്യം നിങ്ങളുടെ അകത്തുണ്ട്. ഏത് 3 കാര്യം? നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ഇനി ഒരു പഥ്യമുണ്ട്. ആ പഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ലോകത്തെ മാത്രമാണോ? എന്തോ എഴുതിയേക്കുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതൊക്കെ ഉണ്ടല്ലോ. സ്വത്രം ചിലതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തിലുള്ളത് സ്വത്രം, കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്വത്രം കരമേർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനാണെങ്കിൽ നീ പ്രബലനാകാൻ പോവുക. അങ്ങനാണെങ്കിൽ ശത്രു നിന്റെ കാൽക്കീഴ് വരാൻ പോവുക. അങ്ങനാണെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നെങ്കിൽ കരമേർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം എന്താണ്? താഴെ വായിച്ചാട്ടെ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. സ്തോത്രം. നീ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. നിന്റെ അകത്ത് എൻ്റെ സ്നേഹമില്ല. എൻ്റെ സ്നേഹം നിന്റെ അകത്ത് വരണമെങ്കിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നിപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കിട്ടാൻ പാടാ, ഇല്ലയോ? അല്ലെങ്കിൽ കല്യാണം ആലോചിച്ചാലും അങ്ങനെ ഇല്ലയോ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാത്തൊരു പെങ്കൊച്ചിനെ കിട്ടുമോ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാത്തൊരു ആൺകൊച്ചിനെ കിട്ടുമോ? വലിയ പ്രയാസമാണ്. സ്തോത്രം. അതാ പറഞ്ഞത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കമാൻഡ്, അതിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇതൊക്കെ പറയുന്നൊന്നും? നമ്മളൊരു പഴയ ഭാഷയല്ലേ, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. സ്വത്രം. പുതിയ ഭാഷന്മാരൊക്കെ പല പുതിയ കാര്യങ്ങൾ പറയും. സ്വത്രം. നിങ്ങൾക്ക് സന്തോഷമാണോ? പ്രായമുള്ള ആളല്ലേ, ക്ഷമിച്ചേര്. സ്വത്രം. ഒന്നാമത്തെ കാര്യം എന്താണ്? ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം അവനിലില്ല. നീ അടുത്തത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. ജഡത്തിന്റെ മോഹം, കണ്ണിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഗമണ്ട്, ഉള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു അഭിമാനം, അതിനെക്കുറിച്ചുള്ളൊരു അഹങ്കാരം, അല്ലെ മറ്റുള്ളവരോട് പറയുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന അനുഭവം. എനിക്ക് അനുഗ്രഹിച്ചെന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോഴേ അവിടത്തേക്കാണോ മഹത്വം, നിനക്കാണോ മഹത്വം? സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിനക്ക് മഹത്വം വരുന്ന ഒന്നും നിന്റെ വായിന്ന് വരരുത്. സകല മഹത്വവും യേശുവിനായിരിക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെ അല്ലാത്ത അനുഭവത്തിൻ്റെ പേരാണ് ജീവനത്തിൻ്റെ പ്രതാപം, ജീവിതത്തെക്കുറിച്ചുള്ള പ്രതാപം. ഇതോ മൂന്നും ഏതിൽ നിന്നല്ല? പിതാവിൽ നിന്നല്ല. പിന്നെ എവിടുന്ന് വന്നതാ? ലോകത്തിൽ നിന്നത്രേ ആകുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു നല്ല പടയാളിയാണോ ഇങ്ങനെയൊക്കെ വേണമെന്ന് പറയായിരുന്നു. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് നിന്നെ ഒരു പടയാളിയാക്കി മാറ്റാൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെ പടയാളിയാകണം, ഇങ്ങനായേ പറ്റൂ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. സ്തോത്രം. അടുത്തത് 17, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോഹം ഇവിടെ ഉള്ളെന്ന്. സ്തോത്രം. കർത്താവ് വരുമ്പം ഈ മോഹത്തിൻ്റെ പരിപാടിയെല്ലാം സ്റ്റോപ്പാകും. ഇത് പോയി കഴിയുന്നുണ്ട്, അവിടെ ചെല്ലും. അവിടെ ഇതൊന്നുമില്ല.
ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. എന്നുള്ള ഇറ്റ് വിൽ പാസ് അവേ. ശരീരം പോകുന്നതോടുകൂടി ഈ മോഹവും പോകും. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അവനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ നീ വളർന്നുകൊണ്ടിരിക്കും. നീ യു വിൽ ബി ബിൽറ്റ് അപ്പ്. നീ എന്തായിത്തീരും? യു വിൽ ബി ബിൽറ്റ് അപ്പ് ഇഫ് യു ഡു ദ വിൽ ഓഫ് ഗോഡ്. ഈ 3 കാര്യങ്ങളെ നീ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നീ ഒരുങ്ങിയാൽ നിന്നെ ദൈവം വളർത്തും. എങ്ങനെ വളർത്തും? ലോകപ്രകാരം വളർത്തുകയല്ല, ദൈവാത്മാവിൽ വളർത്തും. കൃപാവരങ്ങൾ കൊണ്ട് വളർത്തും, അഭിഷേകം കൊണ്ട് വളർത്തും, ആത്മാവിൻ്റെ ഫലങ്ങളിൽ വളർത്തും, ആത്മാവിൻ്റെ കൃപാവരങ്ങളിൽ വളർത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എപ്പോഴും നമ്മൾ പറയും കർത്താവ് എന്നെ ഉയർത്തി. എന്താ ഉയർത്തി എന്ന് പറയുന്നത്? ലോകത്തിലുള്ള ഉയർച്ചയൊന്നും അല്ലാതെ സ്വത്രം കൃപാവരങ്ങളിലുള്ള ഉയർച്ചയാണ്. കൃപാവരങ്ങൾ കൊണ്ടാണ് നിന്നെ ഉയർത്തുന്നത്, കൃപകൾ കൊണ്ടാണ് ഉയർത്തുന്നത്, അത് സ്വർഗീയ ദാനങ്ങൾ കൊണ്ടാണ് ഉയർത്തുന്നത്, അഭിഷേകം കൊണ്ടാണ് ഉയർത്തുന്നത്. ഉയർത്തില്ലെന്ന് ശത്രുഗണം എന്തോ ഉയർത്തില്ലെന്ന്, നീ കൃപാവരം പ്രാപിച്ചുയരാൻ നിന്നെ സമ്മതിക്കത്തില്ലെന്ന്, അതിന് ശത്രു പോരിടുന്നെന്ന്. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? എത്ര പോരിട്ടാലും നിനക്കുള്ളത് കർത്താവ് തരാൻ പോവുകയാണ്, നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ അതിരുകൾ വിസ്താരമാകും, അതിരുകൾ വിസ്താരമാകും. ഇതിർക്കാലബഖന്തരെ ഇവിടെ നിന്ന് നീ ഉയരും, ഇവിടെ നിന്ന് നീ കൃപാവരങ്ങളിൽ ഉയരും, ഇവിടെ നിന്റെ സ്റ്റാച്ചർ വർദ്ധിക്കും. ഉരബലപരപക്ഷന്തല, ഇത് 4 ഭാഗത്തേക്കും നീ പടരും. അനേകരുടെ മധ്യത്തിലേക്ക് നീ അയക്കപ്പെടും. ചില പുതിയ മേഖലകളിലേക്ക് നീ അയക്കപ്പെടും. തെക്കോട്ടും വടക്കോട്ടും നീ പരക്കും. വളർച്ച മുരടിക്കരുത്, വളർച്ച മുരടിക്കരുത്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ഇശായിയുടെ കുറ്റി, യെശയ്യാ 11 പറഞ്ഞ്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇശായി ഒരു വൃക്ഷമായിരുന്നു. പക്ഷേ മനുഷ്യരതിനെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഇപ്പം എന്തേ ഉള്ളൂ? കുറ്റി മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദാവീദിൻ്റെ സന്തതികളെല്ലാം തകർന്നു, ബാബിലോണിയ പ്രവാസത്തിലോട്ട് പോയി. അപ്പം പിന്നെ ദാവീദിൻ്റെ സന്തതിയായിട്ട് ഒരു രാജാവ് പോലും ഇല്ല. അവസാനത്തെ രാജാവായിരുന്നു സിദക്കിയാവ്. അവനെ കെട്ടിയെടുത്ത് ബാബിലോണിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഇശായിയുടെ കുറ്റിയായിപ്പോഴേ സിദക്കിയാവ് പോലും പോയി. അവസാനം ഒരു കുറ്റിയായിട്ട് വിശുദ്ധ സന്തതി ശേഷിച്ചു. സ്തോത്രം. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് വരികയാണ്. ഈ കുറ്റി, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ഏത് മുളയാ? ഇശായിയുടെ കുറ്റി വെട്ടിയിട്ട വൃക്ഷം. ആ കുറ്റിക്കകത്തു നിന്ന് പൊളച്ചു വന്ന ഒരു മുളയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 600-ൽ പരം വർഷങ്ങൾക്ക് ശേഷം, ഹല്ലേലൂയ, സ്വത്രം, ബേത്ലഹേമിലെ മുള പൊട്ടിപ്പുറപ്പെട്ടു. കുറ്റിയായിട്ട് ശേഷിച്ച ഇശായിയുടെ സന്തതിയിൽ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു ജനിച്ചു. രാത്രി ഒരു ദൂത് പറയും, നമ്മുടെ കർത്താവിനുള്ള ദൂതെല്ലാം നമുക്കുള്ളതാ. നിന്നെ ലോകം വെട്ടിയതാ, നീ അവിടുന്ന് കിളിച്ചതാ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നീ എത്ര പേര് നിന്നെ വെട്ടിക്കളഞ്ഞു, എത്ര പേര് വെട്ടിക്കളഞ്ഞു. ആര് വെട്ടിയാലും നീ പോകത്തില്ല കേട്ടോ. സ്വത്രം. എത്ര പേരുടെ വെട്ട് നീ ഏറ്റിട്ടുണ്ട്. നിന്നെ വെട്ടി കുറ്റിയായിട്ട് മാറ്റിയ സമയത്ത് സ്വത്രം അവിടുന്ന് നീ മുളച്ചു വന്നതാ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോകം ഇനിയും നിന്നെ വെട്ടും, മനുഷ്യർ വെട്ടും. സ്വത്രം. നീ പേടിക്കരുത്, നീ പിന്നെയും മുളയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ആരിലും വിശ്വസിക്കുകയൊന്നും വേണ്ട, ആരിലും ആശ്രയിക്കുകയൊന്നും വേണ്ട. സ്തോത്രം. ചിലരൊക്കെ വെട്ടും, ആ വെട്ടിയാലും നീ ഓർത്തോണം, ഞാൻ വെട്ടിക്കഴിഞ്ഞാലും ഞാൻ മുളയ്ക്കുമെന്ന്. കരമുയർത്തി പറഞ്ഞാട്ടെ, എന്നെ വെട്ടിയാലും ഞാൻ മുളയ്ക്കും, എന്നെ വെട്ടിയാലും ഞാൻ മുളയ്ക്കും. മനുഷ്യരെന്നെ വെട്ടിയാൽ, ലോകം വെട്ടിയാൽ, ശത്രു വെട്ടിയാൽ, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, ഒരു ഗ്രോത്ത് ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കരമുയർത്തി
കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉരബല ബഹമന ഹവദന ഹവസ്തുന ബാധകൽ ഖമന ഹർഷന്തര. അല്ലെങ്കിൽ ചിലരെ വളർത്താൻ പോവുകയാണ്. അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. 37-ാം സങ്കീർത്തനം, അവൻ നിന്നെ ഉയർത്തി ദേശത്തെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. എന്തിനവകാശമാക്കാൻ? ദേശത്തെ അവകാശമാക്കാൻ, ഇൻഹെറിറ്റൻസിന് വേണ്ടി. പഴയ നിയമം ആണത്. പുതിയ നിയമത്തിൽ ആത്മീയ അവകാശങ്ങൾ പ്രാപിക്കുവാൻ നീ ഉയർത്തപ്പെടും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് ഒരു ഉയർച്ച തരാൻ പോകുന്നു? ഹല്ലേലൂയ. അതിന് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ 3 കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ പിന്നെ 3 കാര്യങ്ങളുണ്ടാകണം. ലോകമോഹം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എല്ലാം മാറ്റിവെക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ലോകത്തെ ഒന്ന് ഉപേക്ഷിക്കാം, ജഡത്തെ ഉപേക്ഷിക്കാം, കൺമോഹത്തെ ഉപേക്ഷിക്കാം, ജീവനത്തിൻ്റെ പ്രതാപത്തെ ഉപേക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വളർച്ചയുണ്ടാകും. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്ല, ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ആജ്ഞ എന്തായിരുന്നു? സ്തോത്രം, നിങ്ങൾ ഈ ലോകത്തെ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. സ്തോത്രം, എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. രണ്ടാമത്തേത് 18-ാം വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അക്നോളജ് ദാറ്റ് ദിസ് ഈസ് ദ ലാസ്റ്റ് അവർ. ഇത് ഏത് സമയമാണിത്? ഇത് അന്ത്യനാഴികയാകുന്നു. അന്ത്യകാലം എന്നല്ല പറഞ്ഞേക്കുന്നത്, പിന്നെന്തുവാ? അന്ത്യനാഴിക. അന്ത്യകാലം കഴിഞ്ഞുപോയി, ഇപ്പം ലാസ്റ്റ് അവർ. അല്ലെങ്കിൽ അപ്പം ഏറ്റവും അവസാനത്തെ മണിക്കൂറാണ് നടക്കുന്നത്. 11-ാം മണി നേരമായി. 1 മണിക്കൂർ കഴിഞ്ഞാൽ പൊന്നുതമ്പുരാൻ പ്രത്യക്ഷപ്പെടും. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. മേഘങ്ങളിൽ അവൻ വെളിപ്പെടാൻ സമയമായി. അവൻ വെളിപ്പെടാനുള്ള സമയമായി. അതിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ രാജാവ് എഴുന്നള്ളാറായി, എൻ്റെ രാജാവ് വാനമേഘത്തിൽ എഴുന്നള്ളാറായി. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ത്യ നാഴികയാകുന്നു. പറഞ്ഞാട്ടെ, അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വെളിപ്പെടാൻ സമയമായി. സ്തോത്രം. ആര് വെളിപ്പെടാൻ? ഹല്ലേലൂയ. ദുരാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു ലോകഭരണാധികാരി ലോകത്തെ ഭരിക്കാൻ എഴുന്നേൽക്കാൻ പോകുന്നു. അവൻ്റെ ഭരണകാലത്ത് ലോകം മുഴുവനും പൈശാചിക ആത്മാവിനാൽ നിറയപ്പെടും. ഇപ്പോഴേ ആത്മാവ് വന്നു കഴിഞ്ഞു, ഇല്ലേ? ദുരാത്മാവ് വന്നു കഴിഞ്ഞു. നേരും ചൊവ്വും പറയുന്നു, ഒറ്റ ഒരെണ്ണം ഇവിടെ ഇല്ല. ഒരു ചാനൽ നേരെ ചൊവ്വേ വർത്താനം പറയുന്നുണ്ടോ? സ്തോത്രം. ഏതെങ്കിലും ഒരു ചാനലിൽ സത്യം കേൾക്കാറുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്നും സത്യമല്ല, ഇതെല്ലാം പോഷ്കാണ്. ലോകം മുഴുവനും പോഷ്കിൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പറയുന്ന ആൾക്കാർ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പറയുന്ന ആൾക്കാരെല്ലാം നിറഞ്ഞിരിക്കുക. ഇതെല്ലാം എന്തോ വർക്കാണ്? ഹല്ലേലൂയ. പറയുമല്ലോ ഇങ്ങനെ, എന്തോ പറയുന്നത്? PR വർക്ക്. ഒരു PR വർക്കാണ്. ഈ PR വർക്ക് കേട്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്നത്. പക്ഷേ ഇതെല്ലാം PR വർക്കാണ്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ ഒരു വർക്കുണ്ട്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഈ ലോകം മുഴുവനും പോഷ്ക് വ്യാപരിക്കുമ്പോൾ നിൻ്റെ അകത്ത് ആത്മാവ് വ്യാപരിക്കണം. സത്രം. ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ മേൽ ആത്മാവ് വ്യാപരിക്കാൻ പോകുക, സത്യാത്മാവ് വ്യാപരിക്കാൻ പോകുക. പോഷ്കിൻ്റെ ആത്മാവ് ലോകത്തെ ഭരിക്കുമ്പോൾ, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് ലോകത്തെ ഭരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇന്നിപ്പോൾ സഭയ്ക്കകത്തും ആത്മാവുള്ളവർ കുറവാണ്. അന്യഭാഷ പറയുന്നവരെല്ലാം ആത്മാവ് ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം ഈ പോഷ്കിൻ്റെ കാലമല്ലേ. അപ്പോൾ ഏതാ ശരിയായിട്ടുള്ള അന്യഭാഷ, അല്ലാത്ത അന്യഭാഷ ഏതാണെന്നൊക്കെ അത് വിവേചിച്ചറിയേണ്ട വിഷയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഒത്തിരി അന്യഭാഷയല്ലേ, എല്ലായിടത്തും അന്യഭാഷയല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. യൂട്യൂബ് തുറന്നാൽ മതിയല്ലോ, ഇഷ്ടംപോലെ അന്യഭാഷയല്ലേ കേൾക്കുന്നേ. ഇതെല്ലാം ശരിയാണോ? സ്തോത്രം. അത് ശരിയാണോ എന്നില്ലയോ എന്നറിയണമെങ്കിൽ നിൻ്റെ അകത്ത് വ്യാപരിക്കണം, ആത്മാവിൻ്റെ ഫുൾനെസ് ഉണ്ടാകണം. നീ മനസ്സിലാക്കണം ഇത് ശരി ഏതാണ്, തെറ്റേതാണെന്ന് മനസ്സിലാക്കണം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കരുത്. നിന്നെ ദൈവം നിറയ്ക്കുന്ന അതിനും കൂടാ. കള്ളനാണയങ്ങളെ നീ പിടികൂടും.
സ്വത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദുരാത്മാക്കളെ നീ കണ്ടുപിടിക്കും. ദുഷ്ടനെ മൂലയ്ക്കകത്തുനിന്ന് നീ വിളിച്ചിറക്കും. ഭാരവൽഖമന ഹത്തുന ഭക്ഷമന ഒളിച്ചിരിക്കുന്ന ദുരാത്മശക്തികൾ നിന്റെ കൈകൾ കൊണ്ട് നീ പിടിച്ചു മാറ്റും. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുമ്പോൾ, നിന്റെ മേലൊരു കൃപ വ്യാപരിക്കുമ്പോൾ, ഒളിച്ചിരിക്കുന്ന ചില ശക്തികൾ, ഒളിച്ചിരിക്കുന്ന ചില വ്യാപാരങ്ങൾ, കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ, അന്യാരാധന ശക്തികൾ, ദുരാത്മാവിന്റെ വ്യാപാരങ്ങൾ നീ വെളിപ്പെടുത്താൻ പോവുകയാ. നീ വെളിപ്പെടുത്താൻ പോവുകയാ. ചിലതിനെ പുറത്താക്കും. ഈ തലമുറയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ഈ തലമുറയിൽ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. അതകപക്ഷമന നീ വളർന്നോ, നീ ഉയർന്നോ. ചില കെട്ടുകളെ അഴിച്ചുവിടാനുണ്ട്, ചില ബന്ധനങ്ങളെ അഴിച്ചുവിടാനുണ്ട്, ചില പോരുകളെ അഴിച്ചുവിടാനുണ്ട്. കുടുംബത്തിന്റെ അകത്തളങ്ങളെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഭവനാന്തരീക്ഷത്തിന്റെ നന്മയെയും ശാന്തിയെയും കെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ ക്ഷണത്തിൽ നീക്കിക്കളയും. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി പറഞ്ഞു. യോശുവയോടും ഇസ്രായേലിനോടും പറഞ്ഞതാ, നീ അവരെ ക്ഷണത്തിൽ നീക്കിക്കളയും. നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ആ ശക്തികളെയൊക്കെ ക്ഷണത്തിൽ നീക്കിക്കളയും. ഇന്ന് പകൽക്കാലം ഹാലിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഉപവാസം കണ്ടിന്യൂ ആകണം. ഉപവാസം ഇനിയും വേണം. പ്രാർത്ഥന ഇനിയും വേണം. ചില ഇരുട്ടിൻ്റെ ശക്തികളെ പിടിച്ചടക്കാനുണ്ട്. ചില കെട്ടുകളെ അഴിച്ചുവിടാനുണ്ട്. അരകൽഖമനെ ബന്ധിക്കപ്പെട്ട ചിലതുണ്ട്. അത് ഒളിച്ചിരിക്കുക. വിടുവിക്കാൻ ഇത്രയും നാൾ ആരാധനയ്ക്ക് വന്നിട്ടും, ഇത്രയും നാൾ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടും സ്വത്രം ഒരു വിടുതലുണ്ടാവുന്നില്ലല്ലോ. നിന്റെ അകത്തോട്ട് കയറുന്നൊരു ദിവസമുണ്ട്. സക്കായിയോ, നിന്റെ വീടിനകത്തോട്ട് കർത്താവ് വരും. നിന്റെ വീടിനകത്തോട്ട് യേശു വരും. നിന്റെ വീടിൻ്റെ കെട്ടഴിയുന്ന ദിവസം, നിന്റെ വീടിൻ്റെ കെട്ടഴിയുന്ന ദിവസം വരുന്നു. അതിൽ ഇരിക്കുന്ന ചിലരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, വീടിൻ്റെ കെട്ടഴിയാൻ പോവുക. വീടിനകത്ത് വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ തകരാൻ പോവുകയാ. അതിൽ അവിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പൊട്ടന്മാരെ പോലെ ദൈവസഭയ്ക്കായിത്തീരരുത്. അകത്തിരിക്കരുത്. പൊട്ടന്മാരെ പോലെ ഇരിക്കരുത്. മിടുക്കന്മാരായിട്ടിരിക്കണം. തേജസ്സുള്ളവരായിട്ടിരിക്കണം. ഹല്ലേലൂയ. തെറഞ്ഞവരായിട്ടിരിക്കണം. കൃപയുടെ വസ്ത്രം ധരിച്ചവരായിട്ടിരിക്കണം. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ വസ്ത്രം ധരിച്ചവരായിട്ടിരിക്കണം. പുതപ്പുമായിട്ടിരിക്കണം. വടിയുമായിട്ടിരിക്കണം. കൃപയുടെ ചെങ്കോലുമായിട്ടിരിക്കണം. ഉരബല ബാരകമന ഹവദല വസ്തല രകൽഖമന്. ആ പൊട്ടനെ പോലിരിക്കരുത്. പൊട്ടനെ പോലിരിക്കരുത്. നിന്റെ ശുശ്രൂഷ വരുന്നുണ്ട്. നീ പൊട്ടനായിട്ട് പലരും നിന്നെ കാണുന്നുണ്ട്. എന്താ റബഖമന ഹുദല ബഖമന, നിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന നാളിൽ ഉരബല ബരഗമന ഹവദന ഹമലഖമന കബല ദബക്ഷമന, നീ ചിലതിനെയൊക്കെ പിടിച്ചു പുറത്താക്കുന്ന നാളിൽ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ജീവിതത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വല്ലാത്തൊരനുഭവം. ഹല്ലേലൂയ. ഒരിക്കലും പഠിക്കാത്തൊരു ജനം. ഹല്ലേലൂയ. ആ ജനത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 11:23 മുതൽ വായിച്ചാട്ടെ. യഹോവയുടെ കൈ കുറുതായി പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. അപ്പോൾ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിനെ കുറെയെടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു.
ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. സംഖ്യാപുസ്തകം മുഴുവനും മത്സരത്തിൻ്റെ പുസ്തകമാണ്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് റിബല്യൻ. ആദ്യം മുതൽ അവസാനം വരെ മത്സരമാണ്. മോശയുടെ സഹോദരി മോശയ്ക്കെതിരെയും മോശയുടെ ഭാര്യയ്ക്കെതിരെയും മത്സരിച്ചു. കോരഹ്, ദാഥാൻ, അബീരാം മോശയ്ക്കെതിരെ മത്സരിച്ചു. അല്ലെങ്കിൽ ഇസ്രായേൽ മത്സരിച്ചു. മോശ ദൈവത്തിനെതിരെ മത്സരിച്ചു. ഇതെല്ലാം സംഖ്യാപുസ്തകത്തിലാണ്. അതുകൊണ്ട് സംഖ്യാപുസ്തകത്തെ മത്സരങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് മുഴുവൻ മത്സരമാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ടുള്ള മനുഷ്യൻ്റെ മത്സരം, മനുഷ്യൻ്റെ അകത്തുള്ളതായ പെറുപെറുപ്പ്, മനുഷ്യൻ്റെ അകത്തുള്ളതെല്ലാം ദൈവം പുറത്തു കൊണ്ടുവന്നു. സ്വത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിയാട്ടെ. നീ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം എന്തിനായിരുന്നു? നിൻ്റെ അകത്തിരിക്കുന്ന സ്വഭാവം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നീ ആരാണെന്ന് നിന്നെ തന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നീ കഷ്ടം വന്നപ്പോൾ നീ എങ്ങനെയാണ് പ്രതികരിച്ചത്? അല്ലെങ്കിൽ നീ വെറുവെറുക്കുമായിരുന്നോ, കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നോ, അതോ വിശ്വസിക്കുകയായിരുന്നോ? ഇങ്ങനെ നോക്കാൻ വേണ്ടിയാണ് നിന്നെ കഷ്ടത്തിൽ വിട്ടത്. കഷ്ടത്തിൽ വിട്ടിട്ട് കർത്താവ് ഇങ്ങനെ നോക്കും. സ്തോത്രം. കർത്താവ് ഭയങ്കര ബുദ്ധിമാനാണ്. കഷ്ടത്തിലോട്ട് നമ്മളെ അങ്ങോട്ട് തള്ളി വിട്ടിട്ട് അവൻ നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്യും. ഇപ്പോഴവൻ എന്തോ പറയും. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നിനക്കൊരു സങ്കടം വരുമ്പോൾ, സാമ്പത്തിക ക്ലേശം വരുമ്പോൾ, അതല്ലെങ്കിൽ മറ്റു രോഗം വരുമ്പോൾ, അതല്ലെങ്കിൽ പ്രയാസം വരുമ്പോൾ ഇതിലേക്കാക്കിയിട്ട് കർത്താവ് ഇങ്ങനെ നോക്കും. സ്തോത്രം. രോഗം വരുമ്പം കർത്താവ് എന്തോ നോക്കുന്നത്? ഇവൻ്റെ അകത്ത് വിശ്വാസമുണ്ടോ? സ്തോത്രം. സ്തോത്രം. ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുന്നുണ്ട്. നമ്മുടെ അകത്ത് വിശ്വാസമില്ലെന്ന് കാണുമ്പോൾ ദൈവം പറയും, തേണ്ട നിൻ്റെ സ്വഭാവം ഇതാ, നിനക്ക് വിശ്വാസമില്ല. സ്തോത്രം. പ്രയാസം വരുമ്പോൾ അവൻ പിന്നെയും നോക്കിയിട്ട് പറയും, നിനക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വെറുതെ വരുന്നതല്ല. ഇതിനകത്തെല്ലാം ദൈവത്തിന് വാച്ച് ചെയ്യുന്നവനാണ്. ദൈവം വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എപ്പോഴും നിന്നെ പ്രശ്നത്തിലാക്കുന്നില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ പ്രശ്നത്തിലാക്കിയിട്ട് അവൻ വാച്ച് ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചോണം. കാരണം മഹാജ്ഞാനിയായൊരു ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കാനൊക്കത്തില്ല. ഭയങ്കര വയസ്സാ, ഭയങ്കര ബുദ്ധിമാനാ. സ്വത്രം. നിന്നെ ഇങ്ങനെ ആക്കിയിട്ട് നിൻ്റെ സ്വഭാവം അങ്ങോട്ട് കാണിച്ചിരുന്നു. നീ പുറത്തോട്ട് വരുന്ന വാക്കുകൾ, നിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അഴുക്ക് ചാലുകൾ, ഇതെല്ലാം കർത്താവ് കാണും. എന്നിട്ട് നിന്നോട് പറയും, നിൻ്റെ സ്വഭാവം നീ വിചാരിച്ചതുപോലെ നല്ല സ്വഭാവമൊന്നും അല്ല. അതുകൊണ്ട് നീ എന്നോട് യാചിക്കേ, ഞാൻ നിനക്ക് വിശ്വാസം തരാം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളെ ഇങ്ങനെയാണ് നടത്തിയത്. ഇപ്പോഴും നടത്തുന്നത് അങ്ങനെയാണ്. സ്വത്രം. ഇതുപോലെ ഓർക്കുന്നുണ്ടോ? കഷ്ടം വരുമ്പോൾ നമുക്ക് ഓർമ്മയില്ല. കഷ്ടം വരുമ്പോൾ ഈ തമ്പുരാൻ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, നമ്മളെ വാച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ ഹല്ലേലൂയ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെ സാഹസപ്രിയനെ അവൻ്റെ ഉള്ളം വെറുക്കുന്നു. അപ്പോൾ യഹോവ എന്ത് ചെയ്യുന്നു? നീതിമാനെ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. നിൻ്റെ കഷ്ടം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നിന്നെ വാച്ച് ചെയ്തിട്ട് നിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അതുകൊണ്ട് ഇനിയും പേടിക്കണം, ഇല്ലേ? പേടിക്കണമല്ലോ. സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അല്ലെ, എത്ര പറഞ്ഞാലും പേടിക്കത്തില്ല. അതാ നമ്മുടെ സ്വഭാവം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്പുരാൻ നമ്മളെ ഇങ്ങനെ ശോധന ചെയ്തിട്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കൊണ്ടുവരും. സ്തോത്രം. നമുക്ക് ആത്മാവുണ്ടല്ലോ, എന്നിട്ടും നമ്മൾ നേരെയാവുന്നില്ല. ഇസ്രായേലിനാണ് ആത്മാവും ഇല്ലായിരുന്നു. പരിശുദ്ധാത്മാവില്ലാത്തൊരു കൂട്ടമായിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ളത് ഒറ്റ ഒരു വ്യക്തി അതിനകത്തുള്ളായിരുന്നു, അത് മോശയായിരുന്നു. സ്തോത്രം. ബാക്കിയുള്ള ഒറ്റ ഒരെണ്ണത്തിൻ്റെ മേൽ ആത്മാവില്ലായിരുന്നു. സ്തോത്രം. ഈ ആത്മാവില്ലാത്തതെല്ലാം കൂടെ പെറുപെറുക്കാൻ തുടങ്ങി. ആത്മാവില്ലാത്തതെല്ലാം കൂടെ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. സ്തോത്രം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മന്നായുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എന്തില്ല? ഇറച്ചിയില്ല. ഇസ്രായേലിലാണെങ്കിൽ ഞങ്ങൾ ഇറച്ചിക്കൽ ഞങ്ങളുടെ അടുക്കിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊന്നുമില്ല, എല്ലാം മന്ന മാത്രമേ ഉള്ളൂ. എന്നും കുന്നും മന്ന മാത്രം തിന്ന് ഞങ്ങളിങ്ങനെ ക്ഷീണിച്ചിരിക്കുക. വല്ലപ്പോഴും ഇച്ചിരി മീറ്റൊക്കെ തിന്നാനുള്ള കൊതിയുണ്ട് എന്നൊക്കെ അവരെ മോശയോട് വിളിച്ചു പറഞ്ഞപ്പോൾ, സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് സ്തോത്രം? മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയുടെ വിശ്വാസം പോലും പോയി. മോശ അവസാനം പറഞ്ഞു, കർത്താവേ, നീ എങ്ങനെ ഇത്രയും പേർക്ക് മീറ്റ് കൊടുക്കും? സ്തോത്രം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം തമ്പുരാന് മനസ്സിലായി. സ്തോത്രം. ഇവരുടെ പ്രശ്നം എന്താണെന്ന്. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, ഇത്രയൊക്കെ കണ്ടിട്ടും നിനക്കും വിശ്വാസമില്ലേ? സ്തോത്രം. എന്താ വിശ്വാസമില്ലാത്തേ? സ്തോത്രം. അവനോട് പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞാട്ടെ. 23-ാം വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈ കൈ കുറുതായി
കുറുതായിപ്പോയോ? എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ യഹോവയുടെ കൈ കുറുതായിപ്പോയോ? അവന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമെന്ന് നീ ഇപ്പൊ കാണും. You will see it now. ഇപ്പോൾ നീ അത് കാണും. യഹോവയുടെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്നുള്ളത് നീ കാണും. സ്തോത്രം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടേ മോശ ഒരു കാര്യം പറഞ്ഞായിരുന്നു. സ്തോത്രം. കർത്താവേ, ഞാനിതെല്ലാം കൂടെ തന്നെ എങ്ങനെയാണ് വായിക്കുന്നത്? ഇത്രേ എണ്ണത്തിൻ്റെ ഭാരം എൻ്റെ മേൽ തലയിൽ കെട്ടിവെച്ചല്ലോ. സ്തോത്രം. എനിക്ക് ആരുമില്ലല്ലോ ഒരു സഹായത്തിന്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ദ പ്രോബ്ലം വിത്ത് മോസസ് ഈസ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിം. അതിൽ മോശയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ജനങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല. സ്തോത്രം. സ്തോത്രം. ദൈവദാസന്മാർക്കെല്ലാം ഉള്ള പ്രശ്നമാണ്. അവരുടെ വിശ്വാസികൾ അവരെ എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. കുടലെടുത്ത് കാണിച്ചാലും എന്തേ പറയത്തുള്ളൂ? വാഴനാരാന്നേ പറയത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. ആരും ഒന്നും മിട്ടുന്നില്ലല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. കുടലെടുത്ത് കാണിച്ചാലും പറയും എന്തോ അന്ന് വാഴുന്നാരാന്ന് പറയും. അങ്ങനത്തെ അവസ്ഥയല്ല. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം മോശയെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവരെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു, 70 പേരെങ്കിൽ കൊണ്ടുപോവാം, ഞാനവരെ ആത്മാവ് കൊണ്ട് നിറയ്ക്കാൻ പോവുകയാം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ അവന്റെ വർത്തമാനം മാറും. ആത്മാവ് കൊണ്ട് നിറയുമ്പോൾ അവന്റെ ചിന്ത മാറും. ആത്മാവ് കൊണ്ട് നിറയുമ്പോൾ അവന്റെ നിരൂപണം മാറും. പറഞ്ഞാട്ടെ, എൻ്റെ നിരൂപണം മാറാൻ പോകുകയാ, എൻ്റെ ചിന്ത മാറാൻ പോകുകയാ, എൻ്റെ വീക്ഷണം മാറാൻ പോകുകയാ, എൻ്റെ ദർശനം മാറാൻ പോകുകയാ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം എന്നെ ആത്മാവ് കൊണ്ട് നിറയ്ക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവരെ എവിടെ കൊണ്ട് നിർത്തി? 24-ാം വാക്യത്തിൽ. ഹല്ലേലൂയ. അവരെ എവിടെ കൊണ്ട് നിർത്തി? അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന്റെ ചുറ്റിലും നിർത്തി. കൂടാരത്തിന്റെ ചുറ്റിലും എത്ര പേരെ കൊണ്ട് നിർത്തി? 70 പേരെ കൊണ്ട് നിർത്തി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ ആലോചന പിന്നെയും വരിക. സ്തോത്രം. ഒരു ചെറിയ കൂട്ടത്തെ കൊണ്ടുവന്ന് കൂടാരത്തിൻ്റെ അവിടെ 6 ലക്ഷം പേരുണ്ട്. അതിനകത്തു നിന്നും ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തൊരു 70 പേരുണ്ട്. അവരെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂടാരത്തിൻ്റെ മുമ്പിൽ നിർത്തിയേക്കുക. അവരുടെ മേൽ ആത്മാവ് പകരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ഈ സഭയ്ക്കകത്തുള്ള എല്ലാവരും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരും അല്ല കർത്താവോ. സ്തോത്രം. ഒരു ചെറിയ കൂട്ടത്തെ കൊണ്ട് നിർത്താൻ പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആലോചനയിലേക്ക് വരികയാണ്. ഇതിനെ എവിടെ അവരെ നിർത്തുന്നത്? കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അല്ലെങ്കിൽ സമാഗമന കൂടാരം പുറപ്പാട് പുസ്തകത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ആ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും കൊണ്ടുവന്ന് ഇവരെ അങ്ങോട്ട് നിർത്തിയിട്ട് ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരുടെ അകത്തേക്ക് അങ്ങ് പകർന്നു. സ്തോത്രം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അത് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. സ്തോത്രം. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അവർക്ക് ഇതുവരെ മോശയെ മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് മോശയെ മനസ്സിലാകും. കാരണം മോശയുടെ ആത്മാവ് അവരുടെ അകത്ത് വന്നു, ഇവരുടെ അകത്ത് വന്നു. അപ്പം മോശയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റി. കാരണം ആത്മാവ് വന്നെങ്കിലേ ദൈവത്തെ തിരിച്ചറിയാനൊക്കത്തുള്ളൂ. ആത്മാവില്ലാത്തവന് ദൈവത്തെ മനസ്സിലാകത്തില്ല. ഇസ്രായേലിന് ആത്മാവില്ലായിരുന്നു. മോശയ്ക്ക് ആത്മാവുണ്ടായിരുന്നു, അഹരോന് ആത്മാവുണ്ടായിരുന്നു, ദാവീദിന് ആത്മാവുണ്ടായിരുന്നു. നേതാക്കന്മാർക്ക് മാത്രമേ പഴയ നിയമത്തിൽ ആത്മാവുള്ളായിരുന്നു. നേതാക്കന്മാർക്ക് മാത്രമേ പഴയ നിയമത്തിൽ ആത്മാവുള്ളായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു അനുഗ്രഹം എടുത്ത് നമുക്കെല്ലാവർക്കും തന്നത്. അതാ പറഞ്ഞത്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും, ഇത് പുതിയ നിയമമാണ്,
അത് പ്രവചനമായിട്ട് പറയുകയാണ് യോവേലിൻ്റെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം കൊടുത്ത ആത്മാവ് പുതിയ നിയമത്തിൽ സകല ജഡത്തിനു വേണ്ടി വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വാഗ്ദത്തം ചെയ്തു. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണ് നമുക്കെല്ലാം ആത്മാവ് കിട്ടിയത്. അതൊരു വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്, അതൊരു പ്രോമിസാ. സ്തോത്രം. കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഈ 70 പേർക്ക് ആത്മാവ് കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിലേക്ക് ആത്മാവ് പകരാൻ പോകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകൾ, പ്രാർത്ഥനയല്ല, പ്രാർത്ഥനകൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ വരെ തുടരണം. ബൊരബലബഹമന പതിവും ചടങ്ങും ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവ് പറയുന്ന സമയം വരെ സ്വത്രം അത് തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ സ്വത്രം 70 പേര് ഇവിടുന്ന് നിറയും. ഈ കൂടാരത്തിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന 70 പേര് നിറയും. ആ 70 പേരിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ശുബലബരഖമനഹദുന അരകൽഖമാനകശന്ധനെ. ഹല്ലേലൂയ. ആ സമയത്തിനായിട്ട് കാത്തിരിക്കാം, ആ സമയത്തിനായിട്ട് കാത്തിരിക്കാം. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ശത്രുവിൻ്റെ ശക്തികൾ തകരട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. ദുഷ്ടന്റെ വ്യാപാരങ്ങൾ, ഹല്ലേലൂയ, ഈ ആലയത്തിന് പുറത്ത് വ്യാപരിക്കുന്ന ദൈവസഭയ്ക്ക് അന്യമായിട്ടുള്ള ഹല്ലേലൂയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ, ഇതുവരെയും അഴിഞ്ഞു പോകാത്ത കെട്ടുകൾ, ഒളിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ, അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ഈ ആഴ്ചയിൽ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കൃപയുടെ വ്യാപാരമുണ്ടാകട്ടെ. അതിശക്തമായ വ്യാപാരമുണ്ടാകട്ടെ. ദൈവത്തിന്റെ തീ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ അഗ്നിയാൽ നിന്റെ ജനം നിറയട്ടെ. ഇന്ന് രാത്രി മൂർച്ചയുള്ള കല്ലിന്റെ ആക്കമുള്ള ഏറിനാൽ ശുക്കാല മഹമനഹവദന സ്തനത്തരാനകശംബല് ചില വെല്ലുവിളിക്കുന്ന ശക്തികൾ തകർന്നു മാറട്ടെ, ഉടഞ്ഞു മാറട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ചിലതിനെ ദൈവം എറിഞ്ഞു വീഴ്ത്തും. അരകൽഖമന ഈ ദോഷങ്ങൾ എറിഞ്ഞു വീഴ്ത്തും. റീബാലബന്ധരെ കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. നിന്റെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. അവരെ അതിശക്തിയോടെ ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകൾ കർത്താവേ, ഹല്ലേലൂയ, നുഴഞ്ഞു കയറിയ ദുരാത്മാവിന്റെ വ്യാപാരങ്ങളും ഹല്ലേലൂയ അന്ധകാരത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ നീ തകർത്ത് കളഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. അരബൽഖമനകത്തുനെ ഇനിയും ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ, അവശേഷിക്കുന്ന ശക്തികൾ, അത് തകർന്നു മാറുവാൻ, അതോടഞ്ഞു മാറുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു വരുന്ന കർത്താവേ, ദൈവസഭയെ അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ കരങ്ങളിൽ ഈ സഭയെ ഏൽപ്പിക്കുന്നു, ശുശ്രൂഷകന്മാരെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിക്കുമാറാകണം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.